നവകേരളം യാഥാർത്ഥ്യമാകുന്നത് ഭേദചിന്തയില്ലാത്ത മനുഷ്യരെ സൃഷ്ടിക്കുമ്പോഴാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സമൂഹത്തെ പിറകോട്ട് വലിക്കുന്ന ഇരുട്ടിന്റെ ശക്തികളെ തുറന്നുകാട്ടാൻ കലാസാംസ്കാരിക ലോകത്തിന് കഴിയണമെന്നും മുഖ്യമന്ത്രി. നവകേരളം യാഥാർത്ഥ്യമാകുന്നത് ഭേദചിന്തയില്ലാത്ത മനുഷ്യരെ സൃഷ്ടിക്കുമ്പോഴാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇടതുപക്ഷ സർക്കാരിന്റെ 4ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളത്തിലെ സാംസ്കാരിക പ്രവർത്തകരും കലാകാരന്മാരുമായി സംവദിക്കുന്ന പരസ്പരം പരിപാടി പുഴയ്ക്കൽ ലുലു കൺവെൻഷൻ സെന്ററിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു. അന്ധവിശ്വാസത്തിനും അനാചാരത്തിനും ഒക്കെ എതിരെ വലിയ തോതിൽ കേരളീയ സമൂഹത്തെ ബോധവൽക്കരിക്കുന്നതിൽ പഴയ സന്യാസ ശ്രേഷ്ഠന്മാർ വഹിച്ച പങ്കില്ലേ? അതിൽ ശ്രീനാരായണ ഗുരുവിൻ്റെ പങ്ക് പ്രത്യേകം കാണാൻ കഴിയില്ലേ? ഇന്ന് നമ്മുടെ സമൂഹത്തെ തിരിച്ചു കൊണ്ടുപോകാനുള്ള ശ്രമം വൻതോതിൽ നടത്തുന്നത് വേണ്ട രീതിയിൽ തിരിച്ചറിയാൻ നമുക്ക് കഴിയുന്നുണ്ടോ? നമ്മുടെ സമൂഹം എന്ന് പറയുന്നത് നിഷ്കളങ്കരാണ്, നിഷ്കളങ്കതയോടെ ജീവിക്കുന്ന ജനവിഭാഗങ്ങളാണ്. ആ ജനവിഭാഗത്തിൻ്റെ അടുത്തേക്ക് പല പേരിൽ എത്തിപ്പെടാൻ ആളുകൾ ശ്രമിക്കുകയാണല്ലോ. സാധാരണ ചട്ടക്കൂടിൽ നിന്ന് മാറി ചിന്തിക്കേണ്ടതായിട്ട് വരും. എങ്ങനെയാണ് ഇത്തരമൊരവസ്ഥയെ ഫലപ്രദമായി പ്രതിരോധിക്കാനാവുക? പഴയ സമൂഹത്തിൻ്റെ സ്ഥിതി തിരിച്ചെടുത്ത് അവിടുന്ന് കൂടുതൽ പുരോഗതിയിലേക്ക് എങ്ങനെ കൊണ്ടുപോകാനാകും? ഇതാണ് ഗൗരവമായി നാം ചിന്തിക്കേണ്ട വിഷയം എന്നാണ് എനിക്ക് തോന്നുന്നത്. നാടിനെ പുരോഗമനോന്മുഖമായി മാറ്റിയെടുക്കാൻ എക്കാലത്തും നിലകൊണ്ടവരാണ് കലാസാഹിത്യ രംഗം, സാംസ്കാരിക രംഗം. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ പ്രത്യേക ചുമതല ഉള്ളവരാണ് കലാസാഹിത്യ രംഗത്തുള്ളവർ, സാംസ്കാരിക രംഗത്തുള്ളവർ എന്നത് തിരിച്ചറിയാനാവണം. മന്ത്രി സജി ചെറിയാൻ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ പ്രമുഖ കലാസാഹിത്യ സാംസ്കാരിക പ്രവർത്തകരായ ആദ്യകാല നടി നിലമ്പൂർ ആയിഷ, നർത്തകി കലാമണ്ഡലം ക്ഷേമാവതി, സംഗീത സംവിധായകൻ വിദ്യാധരൻ മാസ്റ്റർ, എഴുത്തുകാരൻ ടി.ഡി. രാമകൃഷ്ണൻ, സംവിധായകൻ തരുൺ മൂർത്തി, ഡോക്ടർ ഭാനുമതി തുടങ്ങി 15 പേരെ മുഖ്യമന്ത്രി ആദരിച്ചു. തുടർന്ന് മുഖ്യമന്ത്രി കലാസാഹിത്യ സാംസ്കാരിക രംഗത്ത് നിന്നുള്ളവരുമായി സംവദിച്ചു.